അമൃതം പൊടി ഉപയോഗിച്ചിട്ടൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അമൃതം പൊടി കുറുക്കൊക്കെ ആക്കി കൊടുത്താൽ മക്കൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ വിഭവങ്ങളാക്കി കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ഉപ്പിട്ട് ചിക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഉരുളൻകിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചിട്ട് എന്താ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് അമൃതം പൊടി എടുക്കാം. അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് വേണം കേട്ടോ. പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും 2 വെളുത്തുള്ളിയും ചെറുതാക്കി നുറുക്കിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കാം. പിന്നെ അല്പം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. മധുരം അമൃതം പൊടിയിലും മധുരം ഉണ്ടാവും, പക്ഷേ നമ്മൾ ഒരു മധുരമുള്ള വിഭവമല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്പൈസി ആയിട്ടുള്ള വിഭവമാണ്, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ മുട്ട ഉപ്പിട്ട് ചെക്ക് ചെയ്തതാണ്, ഉരുളൻകിഴങ്ങിലും ഉപ്പിട്ടതാണ്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കറിവേപ്പില നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ, നന്നായിട്ട് കുറച്ചധികം ഉണ്ടായിക്കോട്ടെ. പിന്നെ ഒരു പച്ചമുളക്, മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, അല്പം ചിക്കൻ മസാല അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കിഴങ്ങിൻ്റെ പുഴുങ്ങിയെടുത്ത ആ ഒരു ഇത് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് നമുക്ക് ഒരു കട്ലറ്റിൻ്റെയൊക്കെ ഷേപ്പിൽ നമുക്കത് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കുക. നല്ല അധികം കട്ടി വേണ്ട കേട്ടോ, കുറച്ച് കട്ടി കുറച്ചിട്ട് നമുക്ക് ഓരോ ആക്കിയെടുക്കാം കേട്ടോ. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ലറ്റുകൾ ഓരോന്നായിട്ട് വെച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അധികം എണ്ണ വേണ്ട, കുറച്ച് എണ്ണയിൽ നമ്മൾ മീൻ പൊരിക്കുന്ന രീതിയിൽ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അധികം എണ്ണ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം കട്ടിയില്ലാതെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്കായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടുള്ള കട്ലറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അമൃതം പൊടി ഒരു മധുരമുള്ള സംഭവമാണെങ്കിൽ പോലും നമുക്കിത് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ അത് ഒരു സ്പൈസിയാണ് കേട്ടോ. ഒരല്പം എരിവോടുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അത് അമൃതം പൊടി വെച്ചിട്ടാണെന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.